ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കഥാൽപ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 231 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പീഡാനുഭവ വൃത്താന്തം നാം ശ്രദ്ധയോടെ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ വായനയുടെ 3-ാം ഭാഗമാണ് ഈ എപ്പിസോഡ്. യേശുകർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ തീവ്ര ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച ഉച്ച വരെയുള്ള കാര്യങ്ങളാണ്. വ്യാഴാഴ്ച ഇന്ന് രാവിലെ ശിഷ്യന്മാർ അടുക്ക വന്ന് പെസഹ ഒരുക്കുന്നതിനെക്കുറിച്ച് യേശുവുമായി ചർച്ച ചെയ്യുകയാണ്. മത്തായി 26, 17 മുതൽ 19 വരെ, മർക്കോസ് 14, 12 മുതൽ 16 വരെ, ലൂക്കോസ് 22, 7 മുതൽ 13 വരെ എന്നിവിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ചർച്ച വായിക്കുമ്പോൾ മത്തായിയിൽ നിന്ന് മർക്കോസിലേക്കും അവിടെ നിന്നും ലൂക്കോസിലേക്കും എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വ്യക്തത ശ്രദ്ധേയമാണ്. മത്തായി: നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെല്ലണം, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ എന്നാണ് പറയുന്നത്. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. മർക്കോസ് ഇങ്ങനെയാണ് പറയുന്നത്: അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ലൂക്കോസ് വായിക്കാം. അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. മത്തായിയിൽ ശിഷ്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു, മർക്കോസിൽ ശിഷ്യന്മാരിൽ 2 പേർ എന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസിൽ അത് കൃത്യമായി പറയുന്നു, പത്രോസിനെയും യോഹന്നാനെയും അയച്ചുവെന്ന്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. മത്തായി 26, 20, മർക്കോസ് 14, 17, ലൂക്കോസ് 22, 14. ആ പന്തിയിൽ വെച്ച് അതിദാരുണമായ ഒരു സംഭവം നടന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായി 26, 21. എല്ലാവരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. യൂദ മഹാപുരോഹിതന്മാരുമായി നടത്തിയ ഗൂഢാലോചന യേശു അറിഞ്ഞിരിക്കുന്നു. അതൊന്നും അറിയാത്ത ശിഷ്യന്മാർ ഇതാരെക്കുറിച്ച് പറയുന്നു എന്ന് സംശയിച്ച് തമ്മിൽ നോക്കി. മത്തായിയും മർക്കോസും അവർ ദുഃഖിച്ചു, ഓരോരുത്തൻ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ പറയുന്നു, ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോടെ ചാഞ്ഞ്, കർത്താവേ, അത് ആർ എന്ന് ചോദിച്ചു.
യോഹന്നാൻ 13:21 മുതൽ 25 വരെ. ഞാൻ അപ്പഖണ്ഡം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. എന്നിട്ട് ഖണ്ഡം മുക്കി ഈസ്കര്യോത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. യേശു പറഞ്ഞ വാചകം മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം! ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. യേശു കർത്താവ് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വികാരഭരിതമായ ഒരു വാചകമാണത്. മത്തായി പറയുന്നത് ആ വാചകം കേട്ടപ്പോൾ പോലും യൂദ ഞാനോ റബ്ബി എന്ന് ചോദിച്ചു എന്നാണ്. മത്തായി 26-25. എന്തൊരു മനുഷ്യനായിരുന്നു യൂദ എന്ന് ആലോചിച്ച് നോക്കൂ. നീ തന്നെ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് പറഞ്ഞതായി യോഹന്നാൻ മാത്രം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക: നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. എന്നാൽ ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യോഹന്നാൻ 13:27 മുതൽ 30 വരെ. ഈ വിരുന്നിനിടെ മറ്റ് ശിഷ്യന്മാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ചർച്ച ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 22-24 മുതലുള്ള വാക്യങ്ങൾ. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതായിരുന്നു തർക്കവിഷയം. ആ തർക്കത്തിൽ ഇടപെട്ട് അവരെ ശകാരിച്ചുകൊണ്ട് യേശു പറയുകയാണ്: നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. എന്നിട്ട് യേശു അത് പ്രവർത്തിച്ച് കാണിക്കുന്ന രംഗം യോഹന്നാൻ അതീവ ഹൃദ്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യോഹന്നാൻ 13:4-5 വാക്യങ്ങൾ. എന്നിട്ട് യേശു പറയുകയാണ്: കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. യോഹന്നാൻ 13:14-15. കർത്താവിൻ്റെ അന്ത്യ പെസഹ മേശ നമ്മോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. യൂദായെപ്പോലെ നാം ചെയ്തതും ചെയ്യുന്നതും മുഴുവനും മറ്റ് ശിഷ്യന്മാരെ പോലെ നാം ചിന്തിക്കുന്നതും പറയുന്നതും മുഴുവനും ദൈവം അറിയുന്നുണ്ട് എന്ന പരമസത്യമാണത്. ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിക്കാം: യൂദായെപ്പോലെ നാം ചെയ്തതും ചെയ്യുന്നതും മുഴുവനും മറ്റ് ശിഷ്യന്മാരെ പോലെ നാം ചിന്തിക്കുന്നതും പറയുന്നതും മുഴുവനും ദൈവം അറിയുന്നുണ്ട്. അവർ ഭക്ഷിച്ച് പാനം ചെയ്ത് സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. മത്തായി 26:30, മർക്കോസ് 14:26. ആ യാത്രയിൽ യേശു അവരോട് താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവങ്ങളും അത് കാരണത്താൽ തൻ്റെ സ്നേഹിതന്മാരായ ശിഷ്യന്മാർ ചിതറി ഓടുമെന്നും പീഡാനുഭവങ്ങളെ തുടർന്നുണ്ടാവാൻ പോകുന്ന മരണവും തുടർന്ന് 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പും സംബന്ധിച്ച് വിശദാംശങ്ങളെല്ലാം അറിയിക്കുകയാണ്. മത്തായി 26:31 മുതൽ 35 വരെ. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആരെല്ലാം നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന പത്രോസിൻ്റെ അഹംഭാവത്തോടെയുള്ള വാചകത്തിന് 1 അല്ല 3 വട്ടം നീ തള്ളിപ്പറയുമെന്ന കർത്താവിൻ്റെ മറുപടിയും നാം വായിക്കുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് അവർ ഒലിവ് മലയുടെ താഴ്വരയിലുള്ള ഗത്സമന തോട്ടത്തിലെത്തുന്നു. തൻ്റെ ശിഷ്യന്മാരെ തോട്ടത്തിന് വെളിയിലിരുത്തിയിട്ട് തൻ്റെ പ്രാണസ്നേഹിതന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അവരെയും ഒരിടത്ത് ഇരുത്തിയിട്ട് അവരിൽ നിന്നും അല്പം കൂടെ മുന്നോട്ട് പോയി കവിണ്ണു വീണ് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുന്നതിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു എപ്പിസോഡാണ് ഗത്സമന തോട്ടത്തിൽ അരങ്ങേറുന്നത്. മരണവേദന പോലെ അതിദുഃഖിതമായ ഹൃദയവുമായി പിതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന യേശു ആ പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നത്
കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കൊടുക്കണമേ എന്നാണ്. മറുപടി ഒന്നും ലഭിക്കാതെ പിതാവ് മൗനമായിരിക്കുന്ന അതിവേദനയോടെ തൻ്റെ പ്രാണ സ്നേഹിതന്മാരുടെ അടുത്ത് വരുമ്പോൾ അവർ നിർവികാരികളായി കിടന്നുറങ്ങുന്ന ഹൃദയഭേദകമായ കാഴ്ച സഹിക്കാവുന്നതിലും അധികമായിരുന്നുവെന്ന് തോട്ടത്തിൽ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന യേശുവിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3-ാം പ്രാവശ്യം മടങ്ങി വന്ന് ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറയുമ്പോഴേക്കും യൂദ എന്ന ചതിയൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടം ജനം വാളും വടികളുമായി തൻ്റെ അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് യേശു കാണുന്നത്. എത്ര വിശദീകരിക്കാൻ ശ്രമിച്ചാലും വിശദീകരിക്കാൻ കഴിയാത്ത തീവ്ര വേദനയിൽ തകർന്നു പോയ യേശുവിനെയാണ് നാം അവിടെ കാണുന്നത്. എന്നാൽ ജനം തന്നെ പിടിച്ചു കെട്ടുമ്പോഴും തൻ്റെ ശിഷ്യന്മാരെ വെറുതെ വിടണം എന്ന് യേശു പറയുന്നതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 18:8. അതേസമയം മത്തായിയും മർക്കോസും എടുത്തു പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാണ്. മത്തായി 26:56, മർക്കോസ് 14:50. അവർ അവനെ ഗെത്സമന തോട്ടത്തിൽ നിന്നും പിടിച്ചു കെട്ടി നേരെ മഹാപുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്ന് മാത്രം മർക്കോസും ലൂക്കോസും പറയുമ്പോൾ മർക്കോസ് 14:53, ലൂക്കോസ് 22:54 മഹാപുരോഹിതനായ കയ്യാഫായുടെ അടുക്കൽ കൊണ്ടുപോയി എന്ന് മത്തായി പറഞ്ഞിരിക്കുന്നു. മത്തായി 26:57. എന്നാൽ യോഹന്നാനാവട്ടെ അവർ അവനെ ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 18, 12, 13. ഹന്നാവ് കയ്യാഫായുടെ അമ്മായപ്പനായിരുന്നു. രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന സംഭവങ്ങളാണ് ആ രാത്രിയും തുടർന്നും അരങ്ങേറുന്നത്. ദുഃഖവെള്ളി. തൻ്റെ മുമ്പിൽ കിട്ടിയ യേശുവിനെ അർദ്ധരാത്രിയിൽ, വ്യാഴാഴ്ച അർദ്ധരാത്രിയിൽ ഹന്ന വിസ്തരിക്കുകയാണ്. ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അമ്മായിപ്പനായ അയാൾ നിയമം കയ്യിലെടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. വളരെ നിഷേധാത്മകമായ മറുപടിയാണ് യേശു നൽകുന്നത്. ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്ത് എന്ന് കേട്ടവരോട് ചോദിക്കാം. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു. യോഹന്നാൻ 18, 20, 21 വാക്യങ്ങൾ. ഉടനെ അവിടെ നിന്ന് ചേവകരിൽ ഒരാൾ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നതെന്ന് പറഞ്ഞ് യേശുവിൻ്റെ കന്നത്തടിച്ചു. എന്നെ തല്ലുന്നത് എന്ത് എന്ന് ചോദിച്ച് യേശു അവനോട് കയർക്കുകയാണ്. യോഹന്നാൻ 18, 22, 23. പെട്ടെന്ന് സാഹചര്യം മനസ്സിലാക്കിയ ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അടുക്കൽ അയച്ചു. യോഹന്നാൻ 18, 24. ഇനി കയ്യാഫ മഹാപുരോഹിതൻ്റെ അരമനയിലെ സംഭവങ്ങളാണ്. ആ രാത്രിയും അവിടെ കൂടിയിരിക്കുന്നവരെ മത്തായി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. യഹൂദ മതത്തിൻ്റെ അപ്പോഴത്തെ മേലധികാരി കയ്യാഫയുടെ അടുക്കൽ തിരുവെഴുത്തിൻ്റെ അധികാരികളായ ശാസ്ത്രിമാർ, സമൂഹത്തിലെ മേലധികാരികളായ മൂപ്പന്മാർ എന്നിവർ ഒന്നിച്ചു കൂടിയിരുന്നു. മത്തായി 26, 57. 59-ാം വാക്യത്തിൽ മത്തായി പറയുന്നു, മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയുമെന്ന്, അതായത് മേൽ പറഞ്ഞവർ കൂടാതെ മറ്റ് പുരോഹിതന്മാർ, യഹൂദന്മാരുടെ സുപ്രീം കോടതിയായ സെൻഹിദ്രീം സംഘം എന്നിവരാണ് അവിടെ കൂടിയിരിക്കുന്നത്. അവർ കൂടിയിരിക്കുന്നത് യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം കെട്ടിച്ചമയ്ക്കാനാണ്. മത്തായി 26, 59. കാരണം അവിടെ കൂടിയിരിക്കുന്ന ആർക്കും ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് അധികാരിയായ പീലാത്തോസിനെ ബോധ്യപ്പെടുത്തത്തക്ക വിധം കള്ളത്തെളിവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ആവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം അനുസരിച്ച് 2 പേരെങ്കിലും ഒരേ സാക്ഷ്യം പറഞ്ഞാലേ ഒരു വിഷയം അംഗീകരിക്കപ്പെടുകയുള്ളൂ. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ അവർ 2 പേരെ കൊണ്ടുവന്നു. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. മത്തായി 26, 61. ആധുനിക ലോകത്തെ തന്നെ സത്യാനന്തര ലോകം എന്നാണല്ലോ അറിയപ്പെടുന്നത്. നുണ പറയാനും
പ്രചരിപ്പിക്കാനും യാതൊരു സങ്കോചവുമില്ലാത്ത മനുഷ്യരായി നാം മാറിപ്പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. നുണകളിൽ അഭിരമിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അവർ പറഞ്ഞ പച്ച കള്ളം കേട്ടുകൊണ്ട് കുറേ നേരം മൗനമായി നിന്ന കർത്താവ് മഹാപുരോഹിതൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നും മിണ്ടാതെ നിന്നു. അവസാനമായി, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന ദൈവത്തെ കൊണ്ട് ആണയിട്ട് അയാൾ ചോദിക്കുകയാണ്. ഞാനാകുന്നു എന്ന് യേശു മറുപടി പറഞ്ഞു. മത്തായി 26:31 മുതൽ 34 വരെ. മഹാപുരോഹിതൻ ചാടി എഴുന്നേറ്റ് ഇനി സാക്ഷികൾ വേണ്ടെന്നും ജനത്തിൻ്റെ അഭിപ്രായം ചോദിച്ച് അവൻ മരണയോഗ്യനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവൻ്റെ കണ്ണ് തടിച്ചു. മത്തായി 26:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ്, അതായത് വെള്ളിയാഴ്ച വെളുപ്പിനെ, കയ്യാഫാവിൻ്റെ ഈ അരമന മുറ്റത്ത് വെച്ചാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ മറ്റൊരനുഭവം ഉണ്ടായത്. അത് തൻ്റെ പ്രിയ സ്നേഹിതനും ആരെല്ലാം ഉപേക്ഷിച്ചാലും ജീവൻ തന്നെ പോയാലും തള്ളിപ്പറയില്ല എന്ന് വീമ്പടിച്ചവനുമായ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതാണ്. മത്തായി 26:69-75 വരെ, മർക്കോസ് 14:66-72 വരെ, ലൂക്കോസ് 22:55 മുതൽ 62 വരെ, യോഹന്നാൻ 15:18 മുതൽ 18 വരെ, 25 മുതൽ 27 വരെ. നേരം വെളുത്തപ്പോൾ ജനത്തിൻ്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി അവരുടെ വക വിസ്താരത്തിന് വിധേയനാക്കുകയാണ്. ലൂക്കോസ് 22:66. നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്നാണ് അവർ പറയുന്നത്. അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല. ലൂക്കോസ് 22:67 എന്ന് പറഞ്ഞു. അനന്തരം അവർ എല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. മത്തായി 27:1-2, മർക്കോസ് 15:1, ലൂക്കോസ് 23:1. അവർ പീലാത്തോസിന് മുമ്പിൽ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങൾ ഞെട്ടിക്കുന്നവയാണ്. ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്ന വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു. അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദയിലെങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നുവെന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. ലൂക്കോസ് 23:1-2-5 വാക്യങ്ങൾ. ഗലീല എന്ന ഒരു വാക്ക് കേൾക്കുകയും ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഹെരോദാവിൻ്റെ അധികാരത്തിൽപ്പെട്ടവനെന്നറിഞ്ഞിട്ട് തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിയാനായി അന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിൻ്റെ അടുക്കൽ അവനെ അയച്ചു. ലൂക്കോസ് 23:6-7 വാക്യങ്ങൾ. ഒരു ഭരണാധികാരി വെറും കോമാളിയെപ്പോലെ അരോചകമായി പെരുമാറുന്ന ഒരു രംഗമാണ് നാം തുടർന്ന് കാണുന്നത്. ലൂക്കോസ് ആ രംഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. ഏറിയോ എന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കുക. ഹെരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു. ലൂക്കോസ് 23:8-11 വരെ. ആധുനിക കാല കോടതികളിൽ നടക്കുന്നത് പോലെ ഒരു സംഭവം തുടർന്ന് അവിടെ നടക്കുന്നത് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീലാത്തോസ് തൻ്റെ ചേംബറിലേക്ക്, ആസ്ഥാനത്തിലേക്ക് യേശുവിനെ വിളിപ്പിച്ചു. രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണെന്ന് പറയാം. ഇവിടെ പീലാത്തോസിൻ്റെ ചോദ്യത്തിനെല്ലാം യേശു ഉത്തരം പറയുന്നുണ്ട്. രഹസ്യ വിസ്താരം കഴിഞ്ഞ് പീലാത്തോസ് യഹൂദന്മാരുടെ അടുക്കൽ പുറത്ത് ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യോഹന്നാൻ 18:33 മുതൽ 38 വരെ. എന്നിട്ട് പീലാത്തോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഞാൻ ഇവനിൽ കണ്ടില്ല, ഹെരോദാവും കണ്ടില്ല. ഇവൻ മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല, സ്പഷ്ടം. അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ജനത്തെ ഇളക്കി അവനെ ക്രൂശിക്കണമെന്ന് നിലവിളിച്ചു. ഈ സമയം പീലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച് അവനോട് പറയുന്നുണ്ട്,
ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. മത്തായി 27:19. അതുകൊണ്ടായിരിക്കാം പീലാത്തോസ് 3 പ്രാവശ്യം അവരോട് പറയുന്നുണ്ട്, ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടയക്കുമെന്ന്. ഉടനെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഉത്സവ സമയത്ത് പുരുഷാരെ വിച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുന്ന പതിവ് ജനത്തെ ഓർമ്മിപ്പിച്ച് കലഹവും കൊലയും ഹേതുവായി തടവിലായിരുന്ന ബറബ്ബാസ് എന്ന കൊടും കുറ്റവാളിയെ വിട്ടുതരാനും യേശുവിനെ ക്രൂശിക്കാനും പറയാൻ ജനത്തെ സമ്മതിപ്പിച്ചു. മത്തായി 27:20. ജനം അവനെ ക്രൂശിക്കുക എന്ന് അലറിക്കൊണ്ടേയിരുന്നു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കണമെന്ന് ഏൽപ്പിച്ചു. മത്തായി 27:24-26 വരെ. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മത്തായി 27:3-4 വാക്യങ്ങൾ. യേശുവിനെ ക്രൂശിക്കാനായി ഏറ്റുവാങ്ങിയ പടയാളികൾ അവനെ അവരുടെ ഇടിമുറിയായ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി. അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. മത്തായി 27:31 വരെ. കുരിശ് യേശുവിൻ്റെ ചുമലിൽ വെച്ച് അവർ ഗോൽഗോഥായിലേക്ക് പോയി. അവർ പോകുമ്പോൾ വയലിൽ നിന്ന് വരികയായിരുന്ന ഷീമോൻ എന്ന കുറേനക്കാരനെ കാണുകയും അവർ അവനെ നിർബന്ധിച്ച് ഗോൽഗോഥ വരെ യേശുവിൻ്റെ കുരിശ് ചുമപ്പിക്കുകയും ചെയ്തു. മത്തായി 27:32. അവൻ പോകുന്ന വഴിയിൽ പോലും തൻ്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്ന ജനത്തെ ഉപദേശിക്കുന്നുണ്ട്. ലൂക്കോസ് 28:27-31 വരെ. ലൂക്കോസ് 23:27-31 വരെ. യേശു കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിലെ അതിതീവ്ര അനുഭവങ്ങളുടെ സമാപന രംഗം അരങ്ങേറുന്നത് കാൽവറിയുടെ നെറുകയിലാണ്. ഗോൽഗോഥയിൽ എത്തിയ ഉടനെ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. തുടർന്ന് 2 കള്ളന്മാരുടെ നടുവിലായി അവർ അവനെ ക്രൂശിച്ചു. 4 സുവിശേഷകരും യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും മർക്കോസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അവർ 3-ാം മണി നേരമായപ്പോൾ, അതായത് രാവിലെ 9 മണിയായപ്പോൾ അവനെ ക്രൂശിച്ചുവെന്ന്. മർക്കോസ് 15:25. യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ബാക്കി ഭാഗം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ വായിച്ച് ധ്യാനിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ടി പി തോമസ് അച്ഛൻ.